കാസയ്ക്ക് മുന്നറിയിപ്പ് നൽകുക തന്നെയാണ് ദീപിക ദിനപത്രം ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പായിട്ട് മാർ റാഫേൽ തട്ടിൽ വന്നതിന് ശേഷം ദീപികയിലുണ്ടാകുന്ന ചില മാറ്റങ്ങളായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ദീപിക ക്രൈസ്തവ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമീപ ദിവസങ്ങളിലാണ് ഈ പാലയൂർ പള്ളി ശിവക്ഷേത്രമായിരുന്നുവെന്നും അതുപോലെ വടക്കുന്നാഥൻ്റെ ഭൂമി ക്രൈസ്തവർ കയ്യേറി എന്നതടക്കമുള്ള കുറേയധികം അവകാശവാദങ്ങൾ ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ കാസ ഒരു സംഘടിത രൂപമൊന്നും അല്ല എങ്കിൽ തന്നെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിഷം കലക്കാൻ ശക്തിയുള്ള ഒരു സംഘടനയാണ്. ഇപ്പോൾ ഹിന്ദു ഖത്രേ മേ ഹേ എന്ന് പറയുന്നത് പോലെ ഇവിടെ ക്രൈസ്തവരും മുസ്ലിം വിഭാഗത്തെ കൊണ്ട് വലിയ നിലയിൽ ദുരന്തം അനുഭവിക്കുന്നു. വളരെ പെരിഫറലായിട്ടുള്ള ഈ കച്ചവട സ്ഥാപനങ്ങളെല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു, അവർ ഭൂമി മേടിക്കുന്നു, അവർ ഈ ക്രിസ്ത്യൻ ആശുപത്രികളിൽ ഈ നേഴ്സുമാരെ കൊണ്ട് ജാസ്മിൻ ഷായ പോലുള്ളവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകൾ കേട്ടാൽ പ്രഥമ ദൃഷ്ട്യാ വിശ്വസിക്കാത്തതും എന്നാൽ ഈ പറയുന്ന ജാതിയും മതവും ഒക്കെ തലക്കകത്ത് കയറി ഭ്രാന്തായിട്ടുള്ള ആളുകൾക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളാണ് ഇവർ എല്ലാ കാലഘട്ടത്തിലും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തുകയും ആ നിലയിൽ സമൂഹത്തിലൊരു റോൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള കാസയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ തട്ടിൽ പിതാവ് വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എന്നുള്ള നിലയിലാണ് ദീപികയുടെ മുഖപ്രസംഗം ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കേരള സ്റ്റോറിയെക്കുറിച്ച് ചർച്ച ചെയ്ത പോലെ തന്നെ എന്താണ് ക്രൈസ്തവ വിദ്യാലയങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 50,000 വിദ്യാലയങ്ങളാണ് ഈ രാജ്യത്താകമാനമുള്ളത്. അവരെ ഈ 150 വർഷത്തെ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. അത്രക്ക് വലുതാണ് അവരുടെ സേവനം എന്ന് പറയുന്നത്. പക്ഷേ അത് കേരളത്തിന് പുറത്ത് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും അതുകൊണ്ടാണ് ബിഷപ്പുമാരുടെ സംഘടന അതിന് പുതിയൊരു മാർഗനിർദ്ദേശമൊക്കെ നൽകിയിട്ടുള്ളത്. ആ മാർഗനിർദ്ദേശത്തിൽ എന്താണ് ഭരണഘടനയുടെ ആമുഖം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുക എന്നടക്കമുള്ളതാണ്. അപ്പോൾ ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ ഒരുപക്ഷെ സാധ്യമാവുമോ ആ പ്രതിരോധം എന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ചെറിയ പ്രതിരോധം എന്നുള്ള നിലയിലാണ് ചെയ്യുന്നത്. ഏതായാലും ആ ഒരു നിലവാരത്തിൽ തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളും ചിന്തിക്കണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ദീപികയുടെ ഈ മുഖപ്രസംഗത്തെ കാണേണ്ടത്. ആഗോള ഇസ്ലാമിക തീവ്രവാദം, അതുപോലെ തന്നെ ഹിന്ദു, ഇപ്പം വളരെ പ്രസക്തമായിട്ടുള്ള വാചകങ്ങളാണ്. കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞു വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടണ്ട എന്നാണ്. ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു വർഗീയവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധയും അഹിംസാ മാർഗത്തിൽ എതിർത്ത കത്തോലിക്ക സഭ സ്വന്തം ചെലവിൽ ഒരു വർഗീയ പ്രസ്ഥാനത്തെയും വളർത്തിയിട്ടില്ല എന്ന വളരെ പ്രസക്തവും കാലികവുമായിട്ടുള്ള വാചകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. Meet the editors.